Hello students, welcome to Easy Learning with Suvida. ഹലോ സ്റ്റുഡൻസ്, 9ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ടേമിൻ്റെ അടിസ്ഥാന പാഠാവലിയുടെ മാതൃകാ ചോദ്യപേപ്പറാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആകെ 40 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ അടിസ്ഥാന പാഠാവലി നിങ്ങൾക്ക് 40 മാർക്കിനായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെയും കാണുക. അപ്പോൾ ചോദ്യങ്ങൾ, മാതൃകാ ചോദ്യങ്ങളും അതിന് എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് എന്ന കാര്യവും നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. 1 മുതൽ 4 വരെ ചോദ്യങ്ങളുടെ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മാർക്ക് 1 സ്കോർ 1. അങ്ങനെ 4 ചോദ്യങ്ങൾക്ക് 1 മാർക്ക് വീതം 4 മാർക്കാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഒന്നാമത്തെ ചോദ്യം, വണ്ടിക്ക് അടുത്തെത്തിയതും അർബാബ് എൻ്റെ ബാഗ് തട്ടിപ്പറിച്ച് വണ്ടിയുടെ പിറകിലെ തുറന്ന ഭാഗത്തേക്ക് ഒരേറ് വെച്ച് കൊടുത്തു മണൽ കൂനകൾക്കിടയിലൂടെ. ഈ സന്ദർഭത്തിൽ പ്രകടമാവുന്ന അർബാബിൻ്റെ സ്വഭാവം എന്ത്? ഓപ്ഷൻസ്: യാത്ര ചെയ്യാനുള്ള മടി, നജീബിനോടുള്ള കരുതൽ, സഹജീവിയോടുള്ള കരുണ, അന്യരോടുള്ള പരുക്കൻ പെരുമാറ്റം. അപ്പോൾ ഇത് നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നിസ്സംശയം പറയാം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അന്യരോടുള്ള പരുക്കൻ പെരുമാറ്റം. ചോദ്യം 2, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായി വിഗ്രഹിച്ചെഴുതിയത് ഏത്? ഓപ്ഷൻ എ അനുഭവ പാഠങ്ങൾ, അനുഭവവും പാഠങ്ങളും. ഓപ്ഷൻ ബി വിശ്വവിദ്യാലയം, വിശ്വത്താലുള്ള വിദ്യാലയം. ഓപ്ഷൻ സി ചുമർ ചിത്രം, ചുമരിൻ്റെ ചിത്രം. ഓപ്ഷൻ ഡി അന്ധവിശ്വാസം, അന്ധമായ വിശ്വാസം. അപ്പോൾ ഇതിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അനുഭവ പാഠങ്ങൾ അനുഭവവും പാഠങ്ങളും അല്ല, അനുഭവങ്ങളുടെ പാഠങ്ങൾ എന്നാണ്. വിദ്യാലയം ഇവിടെ വിശ്വത്താലുള്ള വിദ്യാലയം എന്നാണ്. പക്ഷേ വിശ്വം എന്ന വിദ്യാലയമാണ്, അതായത് ലോകം എന്ന വിദ്യാലയം എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. പക്ഷേ അവിടെ തെറ്റായിട്ടാണ് വിഗ്രഹിച്ചെഴുതിയിട്ടുള്ളത്. ചുമർ ചിത്രം, ചുമരിലുള്ള ചിത്രമാണ്, ഇവിടെ ചുമരിൻ്റെ ചിത്രം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, അന്ധവിശ്വാസം, അന്ധമായിട്ടുള്ള വിശ്വാസം, അന്ധമായ വിശ്വാസം. അപ്പം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ഇനി ചോദ്യം 3, പുല്ലുമേഞ്ഞ കുറേ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും പുൽത്തകിടികളുടെയും മധ്യേ ഒരു വിശ്വവിദ്യാലയം, ശാന്തി നികേതനം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ശാന്തി നികേതനത്തിന് യോജിക്കാത്ത പരാമർശം ഏത്? ശ്രദ്ധിക്കുക, യോജിക്കാത്ത പരാമർശമാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓപ്ഷൻ എ പരിസ്ഥിതി സൗഹൃദമായ പഠനം, അത് യോജിക്കുന്നതാണ്. ഓപ്ഷൻ ബി ലാളിത്യവും സ്വച്ഛതയും നിറഞ്ഞ അന്തരീക്ഷം, അതും യോജിക്കുന്നതാണ്. ഓപ്ഷൻ സി കൂറ്റൻ കെട്ടിടങ്ങളുള്ള കലാശാല. ഓപ്ഷൻ ഡി തൊഴിൽ പരിശീലനത്തിനുള്ള ഗ്രാമീണ കലാ കേന്ദ്രം. അപ്പം ഇതിലേതാണ്? കൂറ്റൻ കെട്ടിടങ്ങളുള്ള കലാശാല എന്നുള്ളത് അവിടെ അതാണ് യോജിക്കാത്ത പരാമർശം. ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ സി ആണ് ഉത്തരം. യോജിക്കാത്ത പരാമർശമാണ് ഓപ്ഷൻ ഡി, തൊഴിൽ പരിശീലനത്തിനുള്ള ഗ്രാമീണ കലാകേന്ദ്രം എന്നിവയാണ്. അപ്പോൾ സി ആണ് യോജിക്കാത്തത്, കൂറ്റൻ കെട്ടിടങ്ങൾ ഉള്ള കലാശാല. ഇനി ചോദ്യം 4, അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം, സ്മാരകം. ഇവിടെ കാര്യം പറക്കുന്നവയ്ക്കുള്ള വിശാല ലോകത്തിൻ്റെ സാധ്യത അപ്പൂപ്പൻ താടിക്ക് ഇല്ല. അതിൻ്റെ കാരണം അപ്പൂപ്പൻ താടിക്ക് ചിറകുകളില്ല. ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് കാര്യം തെറ്റ്, കാരണം ശരി. കാര്യം ശരി, കാരണം തെറ്റ്. കാര്യവും കാരണവും തെറ്റ്. കാര്യവും കാരണവും ശരി. അതായത് ഇവിടെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? പറക്കുന്നവയ്ക്കുള്ള വിശാല ലോകത്തിൻ്റെ സാധ്യത അപ്പൂപ്പൻ താടിക്ക് ഇല്ല. അതായത് പറന്നു പോകുന്ന മറ്റുള്ളവയ്ക്കുള്ള അത്രത്തോളം വിശാലമായ ലോകത്തേക്ക് അപ്പൂപ്പൻ താടിക്ക് എത്താൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം അപ്പൂപ്പൻ താടിക്ക് മറ്റുള്ള പക്ഷികളെ പോലൊന്നും ചിറകുകളില്ല എന്ന്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, രണ്ടും ശരിയാണ് അല്ലേ? കാരണവും ശരിയാണ്, കാര്യവും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി, കാര്യവും കാരണവും ശരി. കാരണം അപ്പൂപ്പൻ താടിക്ക് പറക്കാൻ, അല്ലെങ്കിൽ പറവകളുടെ അത്രയും വിശാലമായ ലോകത്തേക്ക് പറക്കാനായിട്ട് കഴിയില്ല. അതിൻ്റെ കാരണം അതിന് ചിറകുകൾ ഇല്ല. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ഇനി 5 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3ഓ 4ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക. ഇവിടെ നോക്കുക, 5ാമത്തെ ചോദ്യം എന്താണ്? അപ്പോൾ ഇതിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 3 മാർക്കാണ്, 3 സ്കോറാണ്.
രണ്ടെണ്ണത്തിന് 3 മാർക്ക് വീതം 6 മാർക്കാണ് ഈ ഒരു ഭാഗത്തുള്ളത്. അപ്പോൾ നിങ്ങൾ 3 മാർക്കാകുമ്പോൾ ഒന്നര പുറമെങ്കിലും എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ 5ാമത്തെ ചോദ്യം, ബംഗാളിലെ ഗ്രാമങ്ങളിൽ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി പ്രതിഫലിച്ചു കാണുന്നു. ശാന്തി നികേതനം. നമ്മൾ ഈ ഒരു പാഠഭാഗം വായിക്കാൻ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഇനി അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് എസ് കെ പൊറ്റക്കാട് പറഞ്ഞിട്ടുണ്ട്. എസ് കെ പൊറ്റക്കാടിൻ്റെ ഈ അഭിപ്രായത്തെ സാധൂകരിക്കുന്ന 3 നിരീക്ഷണങ്ങൾ എഴുതുക. അപ്പോൾ ഇത് ഞാൻ നിങ്ങളുടേതായിട്ടുള്ള നിരീക്ഷണങ്ങൾ എഴുതുക. അപ്പോൾ ഇത് ശാന്തി നികേതനത്തിൻ്റെ ആശയം അല്ലെങ്കിൽ ആസ്വാദനം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി എടുക്കുക. ഇനി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഞാൻ ഇതിൻ്റെ ആൻസർ കമൻറ്റിൽ നിങ്ങളുടെ കമൻറ്റായിട്ട് നിങ്ങൾ ഇടുകയാണെങ്കിൽ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും ഇതിൻ്റെ ആൻസർ. അപ്പോൾ 6ാമത്തെ ചോദ്യം, ഈ യാത്ര എല്ലാ അർത്ഥത്തിലും എനിക്കൊരു ഹിമാലയൻ യാത്രയായിരുന്നു. അടിവരയിട്ട പ്രയോഗം പാഠസന്ദർഭത്തിന് നൽകുന്ന അർത്ഥസാധ്യതകൾ എന്തെല്ലാം? അപ്പോൾ ഹിമാലയൻ യാത്രയായിരുന്നു എന്നതാണ് അടിവരയിട്ടിട്ടുള്ള പ്രയോഗം. അപ്പോൾ ഇത് പാഠസന്ദർഭത്തിന് നൽകുന്ന അർത്ഥസാധ്യത എന്ന് പറയുമ്പോൾ എന്ത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും? അത്രത്തോളം ഹിമാലയൻ യാത്ര അത്രത്തോളം കഠിനമാണ്, അത്രത്തോളം പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. അതുപോലെ തന്നെ അത്രത്തോളം ഹിമാലയൻ യാത്ര എന്ന് പറയുമ്പോൾ ഒരാളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷാത്കാരം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഹിമാലയൻ യാത്ര എത്രത്തോളം സവിശേഷമാണോ, അല്ലെങ്കിൽ എത്രത്തോളം കഠിനമാണോ, എത്രത്തോളം ആപത്കരമാണോ, എത്രത്തോളം പ്രതിസന്ധികൾ നിറഞ്ഞാണോ, അപ്പോൾ അതിനോടൊക്കെയും ഈ യാത്രയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥസാധ്യതകളാണ് നിങ്ങൾ എഴുതേണ്ടത്. അല്ലെങ്കിൽ എഴുതേണ്ടത് ബി ക്വസ്റ്റ്യൻ ആണ്. ഇളം കാറ്റിൽ തൂവലുകൾ മണ്ണിലേക്ക്, പറവയുടെ വഴികൾ തെളിയുന്നു. പറവയുടെ യാത്രയെക്കുറിച്ച് ഈ വാക്യത്തിൽ നിന്നും വ്യക്തമാവുന്നത് എന്തെല്ലാം? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കുറിക്കുക. ഇളം കാറ്റിൽ തൂവലുകൾ മണ്ണിലേക്ക്, പറവയുടെ വഴികൾ തെളിയുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? ഇളം കാറ്റിൽ തൂവലുകൾ മണ്ണിലേക്കാണ് വീഴുന്നത്, പറവയുടെ വഴികൾ തെളിയുന്നു. അപ്പോൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പറവ പോവുകയാണ്. അപ്പോൾ അങ്ങനെയാണ് പറവയുടെ യാത്രയെ ഇവിടെ വിശദമാക്കുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആശയം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഭാഗത്തെ അല്ലെങ്കിൽ ഇളം കാറ്റ് മെല്ലെയും തൊട്ടപ്പോൾ ആ പാഠഭാഗത്തിൻ്റെ ആശയം കൃത്യമായി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് വേണം. അപ്പോൾ നിങ്ങൾ എല്ലാ പാഠഭാഗത്തിൻ്റെയും ആശയം കൃത്യമായി മനസ്സിലാക്കി വെക്കുക. കാരണം ഓരോ വരികൾ എടുത്തിട്ട് എന്ത് ചെയ്യും? അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അർത്ഥസാധ്യതകൾ എന്താണ്? വിശകലനം ചെയ്യുക, നിരീക്ഷണങ്ങൾ എഴുതുക, ഇങ്ങനെ പറയും. അപ്പോൾ ഇവിടെ പറവയുടെ യാത്രയെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വരികളെയും അതുപോലെ തന്നെ പാഠഭാഗത്തെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഉത്തരം എഴുതേണ്ടതാണ്. 7 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് 4ഓ 5ഓ വാക്യത്തിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 മാർക്കാണ്. അതായത് 4 എണ്ണത്തിന് 4 മാർക്ക് വീതം 16 മാർക്കാണ് ഈ ഒരു ഭാഗത്തുള്ളത്. 4 മാർക്കായതുകൊണ്ട് തന്നെ 2 പേജെങ്കിലും എഴുതാൻ ശ്രമിക്കുക. എഴുതുന്നതിനാണ് മാർക്ക് കൂടുതൽ കിട്ടുക. അപ്പോൾ അതിൽ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ എഴുതാൻ ശ്രമിക്കുക. 7ാമത്തെ ചോദ്യം, അപ്പോൾ പ്രകാശം പൂർണ്ണമായി ഇല്ലാതായി കഴിഞ്ഞിരുന്നു, പിന്നെ അന്ധകാരം മാത്രം. പൊടിപടലം പറത്തിക്കൊണ്ട് ആ വാഹനം മണൽ കൂനകൾക്കിടയിലൂടെ ഓടിക്കൊണ്ടേയിരുന്നു. ഈ സന്ദർഭം നജീബിൻ്റെ ജീവിതഗതിയെ സൂചിപ്പിക്കുന്നത് എങ്ങനെ വിലയിരുത്തുക? അപ്പോൾ പ്രകാശം പൂർണ്ണമായി ഇല്ലാതായി, അന്ധകാരം നിറഞ്ഞു, പിന്നീട് പൊടിപടലം മാത്രം പറത്തിക്കൊണ്ട് ആ വാഹനം മണൽ കൂനകൾക്കിടയിലൂടെ ഓടിക്കൊണ്ടേയിരുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? നജീബിൻ്റെ ജീവിതത്തിൽ അത്ര നേരം ഉണ്ടായിരുന്ന പ്രതീക്ഷകൾ ഇല്ലാതാവുകയാണ്. അത്ര നേരം അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന സന്തോഷങ്ങളും അതുപോലെ തന്നെ സ്വപ്നങ്ങളും ഒക്കെ ഇല്ലാതാവുകയാണ് ഒറ്റ സമയം കൊണ്ട്. ആ ഒരൊറ്റ സമയം കൊണ്ട് നജീബിനോട് അർബാബ് പെരുമാറുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും സന്തോഷങ്ങളും എല്ലാം ഇല്ലാതാവുകയാണ്. പിന്നീട് അവൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്താണ്? പ്രകാശിന് പകരം പൂർണ്ണമായ അന്ധകാരമാണ് അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. അവൻ്റെ സ്വപ്നങ്ങളും അവൻ്റെ സന്തോഷവും എല്ലാം ഇല്ലാതായതിൻ്റെ സൂചനയാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നജീബിൻ്റെ ജീവിതഗതിയെ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമ്മുടെ ആശയത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആശയത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായി ആ ഒരു ആശയം അല്ലെങ്കിൽ ആസ്വാദനം കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. ഇനി അതിന് ലിങ്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ തീർച്ചയായും ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെയും കൂടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ചോദ്യം 8, എനിക്ക് ഒന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം. സോക്രട്ടീസിൻ്റെയാണ്. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു. സ്മാരകം. അപ്പോൾ ഇവിടെ നോക്കുക, സോക്രട്ടീസ് എന്താണ് പറയുന്നത്? എനിക്കൊന്നും അറിയില്ല എന്നതാണ് ഏറ്റവും വലിയ ജ്ഞാനം. എനിക്കെല്ലാം അറിയാമെന്ന് ധരിച്ചു കഴിഞ്ഞാൽ അത് അഹങ്കാരമാണ് എന്നാണ് സോക്രട്ടീസ് പറയുന്നത്. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്?
ഒരു അറിവില്ലായ്മ, ഒരു അപ്പൂപ്പന്താടി പറക്കുന്നത് ഒരു അറിവില്ലായ്മയുടെ ഭാരക്കുറവിലാണ് അത് പറക്കുന്നത്. നമുക്ക് കൂടുതൽ കനം വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഭാരം കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഉയർന്നു പൊങ്ങാൻ സാധിക്കില്ല എന്നാണ് സ്മാരകത്തിലെ വരികൾ പ്രകടമാക്കുന്നത്. സോക്രട്ടീസിൻ്റെ കാഴ്ചപ്പാടും അപ്പൂപ്പൻ താടിയുടെ യാത്രയും നൽകുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാം? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ സമർത്ഥിക്കുക. നമുക്ക് തീർച്ചയായും പറയാൻ പറ്റും, ഭാരക്കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഉയർന്നു പോകാൻ സാധിക്കില്ല. ഇവിടെ ഭാരക്കൂടുതൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ അഹങ്കാരം, നമ്മളെക്കുറിച്ചുള്ള ഞാൻ എന്ന ഭാവം, ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനും മേലെയാണെന്നുള്ള ഭാവം, അഹങ്കാരമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഉയർന്നു പൊങ്ങി വരാൻ സാധിക്കില്ല. അപ്പോൾ സോക്രട്ടീസും അത് തന്നെയാണ് പറയുന്നത്. അപ്പൂപ്പൻ താടിയുടെ യാത്രയും നൽകുന്ന സന്ദേശം, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ രണ്ടും കൂടി വിശകലനം ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള നിരീക്ഷണം കൂടി ഉൾപ്പെടുത്തി ഇതിന് ഉത്തരം എഴുതുക. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, ശാന്തി നികേതനത്തിന് അതിർത്തി നിർണ്ണയം ചെയ്യുന്ന ഭിത്തികൾ പോലുമില്ല. ടാഗോറിൻ്റെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടാണോ ഈ വാക്യത്തിൽ തെളിയുന്നത്? സ്വാഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. തീർച്ചയായും അതല്ലേ. അതായത് ടാഗോറിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തന്നെയാണ് ഈ ഒരു വാക്കുകളിൽ തെളിയുന്നത്, അല്ലെങ്കിൽ ഈ വാക്യത്തിൽ തെളിയുന്നത്. ശാന്തി നികേതനത്തിന് അത്രത്തോളം പ്രാധാന്യം നൽകിക്കൊണ്ട് അതിൻ്റെ സവിശേഷതകൾ ഓരോന്നായി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് എടുത്തു പറയുന്നത്. അപ്പോൾ അതിർത്തികൾ നിർണ്ണയിക്കുന്ന ഒരു ഭിത്തി പോലും ഇല്ല എന്ന് പറയുമ്പോൾ അത്രത്തോളം സമഭാവന ഉണർത്തുന്ന ഒരു ആശയമാണ് ഇതിലൂടെ വരുന്നത്. അപ്പോൾ ടാഗോറിൻ്റെ വിദ്യാഭ്യാസ കാഴ്ചപ്പാട് തന്നെയാണ് ഇതിൽ തെളിയുന്നത്. നിങ്ങളുടെ അഭിപ്രായം കൂടി എഴുതിക്കൊണ്ട് ഇത് സ്വാഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. ചോദ്യം 10, ക്വസ്റ്റ്യൻ എ, മറ്റൊരാളാവാൻ ഇത്രയൊക്കെ പോരെ? ഒക്കെ പ്രായോഗിക ജീവിത പാഠങ്ങൾ. കാടുകളുടെ താളം തേടി. അപ്പോൾ ഇതിൽ യാത്രാനുഭവങ്ങൾ എങ്ങനെയാണ് ഒരാളെ മറ്റൊരാളാക്കി തീർക്കുന്നത് എന്നതാണ് 1ാമത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, ജീവിത പാഠങ്ങളാണ് ഓരോ മനുഷ്യനെയും മറ്റൊരാളാക്കി തീർക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ആ ഒരു ജീവിത ചുറ്റുപാടിൽ നിന്നും വേറൊരു ജീവിത സ്ഥിതിയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും നമ്മളിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മുടെ സ്വഭാവത്തിലാണെങ്കിലും ചിന്താഗതികളിലാണെങ്കിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഈ മാറ്റങ്ങളാണ് നമ്മളെ മറ്റൊരാളാക്കി തീർക്കുന്നത്. അപ്പോൾ അങ്ങനെ എഴുതുക. 2ാമത്തെ ചോദ്യം, ദേശസഞ്ചാരങ്ങൾ ജീവിത വഴികൾക്ക് തെളിച്ചം നൽകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ? തീർച്ചയായും ജീവിത വഴികൾക്ക് തെളിച്ചം നൽകുന്നുണ്ട്. കാരണം അതുവരെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു രീതിയിലാവില്ല നമ്മൾ പിന്നീട് ചിന്തിക്കുന്നത്. നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വ്യക്തിത്വം തന്നെ മാറുന്നതിന് കാരണമാകും. അതുകൊണ്ട് തന്നെ ഈ മറ്റുള്ള ദേശങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ തന്നെ പുത്തനൊരു ഉണർവ് വന്നു ചേരും. പലതരത്തിലുള്ള പാഠങ്ങൾ നമ്മൾ പഠിക്കും, പലതരത്തിലുള്ള തിരിച്ചറിവുകൾ, പലതരത്തിലുള്ള ജീവിത രീതികൾ, ഇതൊക്കെ നമ്മളിലേക്ക് വന്നു ചേരും. ഏതൊരു സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള ഒരു കരുത്തും നമ്മൾ നേടിയെടുക്കും. അപ്പോൾ ആ രീതിക്ക് വേണം ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചോദ്യം ബി ആണ്, മേലെ ആകാശത്ത് നക്ഷത്രങ്ങൾ അവയുടെ വെളിച്ചം ഒളിപ്പിച്ച് ഉറക്കമായി കഴിഞ്ഞിരുന്നു. വെറുതെ ആ കറുത്ത ആകാശശൂന്യതയിലേക്ക് കണ്ണുമിഴിച്ച് ഞാൻ കിടന്നു. മണൽ കൂനകൾക്കിടയിലൂടെ. നജീബിൻ്റെ ഒരു ആത്മകഥമാണിത്. നജീബ് പറയുന്നതാണ്. ചോദ്യം 1, നക്ഷത്രങ്ങൾ വെളിച്ചം ഒളിപ്പിച്ച് ഉറക്കമായി എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് എന്ത്? തീർച്ചയായും നക്ഷത്രങ്ങൾ വെളിച്ചം ഒളിപ്പിച്ചു എന്ന് പറയുമ്പോൾ നജീബിൻ്റെ ജീവിതത്തിൻ്റെ ഇരുട്ട് ആരംഭിച്ചു എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അവൻ്റെ സ്വപ്നങ്ങൾ, സന്തോഷമൊക്കെ തന്നെ ഇല്ലാതായി എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ രാത്രിയിൽ നക്ഷത്രങ്ങളാണ് വെളിച്ചം പകരുന്നത്. ആ രാത്രിയിൽ അവൻ്റെ ജീവിതത്തിലെ നക്ഷത്രങ്ങൾ എന്ത് ചെയ്തു? ഒളിഞ്ഞിരുന്നു. അവന് ആ ഒരു ജീവിത പ്രതീക്ഷ നൽകിയില്ല. ചോദ്യം 2, ഭാവിയെക്കുറിച്ചുള്ള നജീബിൻ്റെ ആശങ്കയും ഭീതിയും സൂചിപ്പിക്കുന്ന വാക്യമേത്? അതിൻ്റെ ഔചിത്യം എന്ത്? അതായത് വെറുതെ ആ കറുത്ത ആകാശ ശൂന്യതയിലേക്ക് കണ്ണുമിഴിച്ച് ഞാൻ കിടന്നു എന്ന് പറയുമ്പോൾ ആകാശം വെറും ശൂന്യമായി മാറി. അവിടെ നക്ഷത്രങ്ങളോ വെളിച്ചം നൽകുന്ന ഒന്നുമില്ല. അപ്പം അവൻ്റെ ജീവിതം എന്തായി? ഒരു കറുത്ത ആകാശത്തേക്ക് കണ്ണുമിഴിച്ച് നിൽക്കുന്ന, ഇനി എന്ത് എന്നൊരു പകപ്പാടോടുകൂടി ഒരു അന്യ സ്ഥലത്ത്, എവിടെയാണെന്ന് പോലും അറിയത്തില്ലാത്ത ഒരു സ്ഥലത്ത് മണൽ കൂനകൾക്കിടയിൽ അവൻ എന്ത് ചെയ്യുകയാണ്? ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ അവൻ്റെ ആ ജീവിതത്തിൽ തന്നെ ശൂന്യതയാണ് ആകാശ ശൂന്യതയായിട്ട് കാണിക്കുന്നത്. കണ്ണുമിഴിച്ച് കിടന്നു എന്ന് പറയുമ്പോൾ ഇനി അവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരു പകപ്പാടാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നജീബിൻ്റെ ആശങ്കയും ഭീതിയും, തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള, ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കയും ഭീതിയും സൂചിപ്പിക്കുന്നത് ആകാശശൂന്യതയിലേക്ക് കണ്ണുമിഴിച്ച് കിടന്നു എന്ന് പറയുന്ന വരിയാണ്. അപ്പോൾ അതിൻ്റെ ഔചിത്യം എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിലെ ആകാശത്ത് മാത്രമല്ല, അവൻ്റെ ജീവിതം തന്നെ ഒരു
അർത്ഥമില്ലാതായി അല്ലെങ്കിൽ ശൂന്യമായി മാറി എന്നതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇനി താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 7 മാർക്കാണ്, ഒരു ചോദ്യത്തിന് 7 മാർക്ക് എന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് 7 മാർക്കാണ് കിട്ടുക. 11 ചോദ്യം എ, ശാന്തിനികേതനിലേക്ക് പോകുന്ന 3 മൈൽ നീളമുള്ള പാത മുന്നിൽ കാണുന്നു. കാളവണ്ടി ചക്രങ്ങളുടെ പാടുകൾ പതിഞ്ഞ് കുഴിഞ്ഞും ചേടിമണ്ണ് മൂടിയും കിടക്കുന്ന ജരാനര ബാധിച്ച ആ പടുകിഴവൻ പാത. പാടങ്ങളുടെ നടുവിലൂടെ അങ്ങനെ വളഞ്ഞു പോകുന്നു ശാന്തിനികേതനം. കാഴ്ചകളെ വാങ്മയ ചിത്രങ്ങളാക്കി മാറ്റുന്നവയാണല്ലോ യാത്രാ വിവരണങ്ങൾ. ഇതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും യാത്രാ അനുഭവം അടിസ്ഥാനമാക്കി മനോഹരമായ വിവരണം തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ വാങ്മയ ചിത്രം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വാക്കുകൾ കൊണ്ട് വരയ്ക്കുന്ന ചിത്രം. അതായത് അത് ആ ഒരു പാടത്തിന്, ഒരു നെൽക്കതിരുകൾ വിളഞ്ഞു നിൽക്കുന്ന ഒരു പാടത്തിന് ഇടയിലൂടെ ഒരു പെൺകുട്ടി പട്ടുപാവാടയും ബ്ലൗസും ഇട്ട് പോകുന്നു, ഇന്ന നിറമുള്ള പട്ടുപാവാടയും ബ്ലൗസും ഇട്ട് പോകുന്നു, അവളുടെ തലയിൽ മുല്ലപ്പൂ ഉണ്ട്. ഇങ്ങനെ ഒരു ഗ്രാമീണ ഭംഗി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൃശ്യം ഇങ്ങനെ വാക്കുകളിലൂടെ പറയുമ്പോൾ ആ ഒരു ദൃശ്യം ഓരോ വായനക്കാരൻ്റെയും മനസ്സിലേക്ക് വരും. ഓരോ രീതിയിലാണെങ്കിലും വരും. ആ ഒരു ദൃശ്യത്തെ വാക്കുകളിലൂടെ ചിത്രീകരിക്കുന്നതിനെയാണ് വാങ്മയ ചിത്രങ്ങൾ എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ യാത്രാ വിവരണങ്ങളിലും ഭൂരിഭാഗവും വാങ്മയ ചിത്രങ്ങളിലൂടെയാണ് വിവരിക്കുന്നത്. കാരണം ഈ ദൃശ്യഭംഗി എടുത്തു കാണിക്കാൻ വേണ്ടി നമ്മൾ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് തന്നെ അതിന് പകരമായി ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് എന്ത്? ഈ ഒരു വാങ്മയ ചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാങ്മയ ചിത്രങ്ങളും കൂടി ഉൾപ്പെടുത്തി അത് വളരെ മനോഹരമാക്കി തീർക്കും ഓരോ കൃതിയെയും, പ്രത്യേകിച്ച് യാത്രാ വിവരണങ്ങളെ. അപ്പോൾ നിങ്ങളുടെ ഒരു യാത്രാ വിവരണ അനുഭവം അല്ലെങ്കിൽ കുറിപ്പ് ഇതുപോലെ വാങ്മയ ചിത്രങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ മനോഹരമായി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബി ആണ്, താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളും പാഠഭാഗത്തെ ഇതര സന്ദർഭങ്ങളും പരിഗണിച്ച് നജീബ് എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. അപ്പം നജീബിൻ്റെ കഥാപാത്ര നിരൂപണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി എഴുതുക. അതിൽ ഉൾപ്പെടുത്തേണ്ടത് ഗൾഫിലെ വേദികളിലൂടെയുള്ള എൻ്റെ ആദ്യ യാത്ര, എങ്ങനെയെങ്കിലും ഞെക്കി ഞെരുങ്ങിയിരിക്കാം, അദ്ദേഹത്തിൻ്റെ കയ്യിൽ എൻ്റെ ജീവിതം സുരക്ഷിതവും ശോഭനവുമാണ്. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നജീബ് പിന്നീട് നജീബ് ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഉള്ള നജീബിൻ്റെ സന്തോഷം അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോയപ്പോൾ ഉള്ള സന്തോഷവും പിന്നീട് അവൻ നേരിട്ട അനുഭവങ്ങളും പിന്നെ അദ്ദേഹത്തെ നേരിടേണ്ടി വരുന്ന അനുഭവങ്ങളും നജീബ് കടന്നു പോകുന്ന പ്രതിസന്ധികളും ജീവിത പാഠങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നജീബ് എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്ത് കഥാപാത്ര നിരൂപണം അല്ലെങ്കിൽ കുറിപ്പ് തയ്യാറാക്കുക. ചോദ്യം 12. തന്നിരിക്കുന്ന ഖണ്ഡിക വായിച്ച് താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. മാർക്ക് 7 മാർക്കാണ്. എന്താണ് വിക്ടോറിയ ജലപാതം? ആംഗോളയുടെ മലകളിൽ നിന്ന് കാടിറങ്ങി വരുന്ന സാംബസി നദി അനവധി പോഷക നദികളുടെ ജലത്താൽ പെരുകി സാംബിയയുടെ സമതലങ്ങളിൽ അതിവിശാലമായ പ്രവാഹമായി പരന്നൊഴുകി തെക്ക് സിംബാബ്വേയുടെ അതിർത്തിയിൽ വെച്ച് ഏതാണ്ട് 350 അടി താഴ്ചയും 1.25 കിലോമീറ്റർ വീതിയുമുള്ള ഒരു പാറപ്പിളർപ്പിലേക്ക് ഭൂമി കുലുക്കിക്കൊണ്ടും ഗർജിച്ചുകൊണ്ടും ഭൂമുഖത്തെ ഏറ്റവും വലിയ വീഴുന്ന ജലപാളി വിടർത്തിക്കാണിച്ച് നമ്മെ നടുക്കിക്കൊണ്ടും സ്വയം ചൊരിയുന്ന അവിശ്വസനീയമായ കാഴ്ചയാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം. മത്സ്യങ്ങളെയും മുതലകളെയും തോണികളെയും ഏന്തിയും മേഘങ്ങളെയും പക്ഷികളെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും നിഴലിപ്പിച്ചും വിശാലമായി ഒഴുകി വന്ന മഹാനദി ഒരു നിമിഷം കൊണ്ട് തകിടം മറിഞ്ഞ് താഴത്തെ കരിമ്പാറകളിൽ പുകഞ്ഞുകൊണ്ട് കുത്തനെ കുതിച്ചുയരുന്ന ഒരു ധവള ഭിത്തിയായി മാറുന്നു. തിരശ്ചീനമായി പ്രവഹിച്ച നദി ലംബമായി തീരുന്നു. കരയിൽ നിന്ന് കരയിലേക്ക് പടർന്നു കിടന്ന നീല ജലപ്പരപ്പ് ഒറ്റ നിമിഷത്തിൽ ഇടിമുഴക്കത്തോടെ അഗാധതയിൽ പാറക്കെട്ടുകളിൽ നിന്ന് പൊങ്ങുന്ന പുകമഞ്ഞിൻ കോട്ടയായി തീരുന്നു. വെൺപതയായി ഒഴുകി വീഴുന്ന വെള്ളച്ചാട്ടത്തെ പൊതിഞ്ഞുകൊണ്ട് ഉയരുകയും താഴുകയും ചെയ്യുന്ന ജലധൂളികളുടെ തിരശ്ശീല ജലത്തിൻ്റെ ഗതി താഴേക്കോ മേലേക്കോ എന്ന മതിഭ്രമം നമ്മിലുണ്ടാക്കുന്നു. ജലകണികകളുടെ ഈ പറക്കുന്ന ശീലയുടെ വമ്പിച്ച വിസ്തൃതിയിൽ മഴവില്ലുകൾ ജനിക്കുകയും മായുകയും ചെയ്യുന്നു. വെള്ളച്ചാട്ടം വായുവിൽ തങ്ങി നിൽക്കുന്ന മരീചികയല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അടിയിലെ കറുത്ത ആഗ്നേയശിലകളിൽ 33,75,00,000 ലിറ്റർ ജലം ഒരു മിനിറ്റിൽ അടിച്ചു തകർന്ന് ക്ഷുഭിത വ്യാളങ്ങളെപ്പോലെ വഴിപിരിഞ്ഞ് പാറയിടുക്കുകളിൽ പതഞ്ഞു പുളയുന്നത് കാണുമ്പോഴാണ്.
അപ്പോൾ ഇത് വിക്ടോറിയ വെള്ളച്ചാട്ടത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം, വെളുത്ത ഭിത്തി എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പദം ഏത്? അപ്പോൾ 1 മാർക്കാണ്. വെളുത്ത ഭിത്തി എന്ന് പറയുന്നത് എവിടെയാണ്? നോക്കുക, വെളുത്ത ഭിത്തിയായി ധവള ഭിത്തിയായി മാറുന്നു, അതാണ് വെളുത്ത ഭിത്തി. ഏതാണ്? വെളുത്ത ഭിത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധവള ഭിത്തി എന്നാണ്. അപ്പോൾ ആ നദിയെയാണ്, നദിയുടെ ഒഴുക്കിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെളുത്ത ഭിത്തിയായി മാറുന്നു എന്നത്. അത് ഒഴുകി വന്ന് നേരെ ഒഴുകിയ നദി കുത്തനെ വെള്ളച്ചാട്ടമായി മാറുമ്പോൾ അത് വെളുത്ത ഭിത്തിയായി മാറുന്നു, അതാണ് ധവള ഭിത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ജലധൂളികകളുടെ തിരശ്ശീല എന്ന പ്രയോഗത്തിൻ്റെ ഔചിത്യം എന്ത്? അപ്പോൾ ഇവിടെ നമുക്കറിയാം, നേരെ ഒഴുകി വന്നിരുന്ന നദി എന്ത് ചെയ്യുകയാണ്? ഒരു വെള്ളച്ചാട്ടം പോലെ ഒഴുകുകയാണ്. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തെ പൊതിഞ്ഞുകൊണ്ട് ഉയരുകയും താഴുകയും ചെയ്യുന്നത് അതൊരു വെൺപതയായി, അതായത് ഈ ഒഴുകി വരുന്ന ഒരു നദി വെള്ളച്ചാട്ടമായി അഗാധതയിലേക്ക് പാറക്കെട്ടുകളിൽ നിന്ന് പാറക്കെട്ടിലേക്ക് ഒഴുകുമ്പോൾ അവിടെ നിന്ന് പൊങ്ങി വരുന്ന എന്താണ്? ഒരു പുകമഞ്ഞിൻ കോട്ടയാണ്. അവിടെ നിന്ന് ആ നദിയുടെ ആ വെള്ളത്തിൻ്റെ ശക്തി, അത്രയും ശക്തിക്ക് അത് ഒരു പാറയിടുക്കിലേക്ക് കുത്തനെ വീഴുമ്പോൾ അവിടെ നിന്ന് വെളുത്ത പത പോലെ ഉയരുകയാണ്. ഒരു വെളുത്ത പതയുടെ ഒരു മഞ്ഞിൻ്റെ കോട്ട പോലെ ഉയർന്നു വരികയാണ്. അപ്പം ഈ ഒരു മഞ്ഞ് താഴേക്ക് വീഴുമ്പോൾ ഈ വെള്ളച്ചാട്ടം മേളിലേക്കാണോ താഴേക്കാണോ ഒഴുകുന്നത് എന്നൊരു മതിഭ്രമം നമ്മളിൽ ഉണ്ടാക്കുന്നു എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ജലധൂളികളുടെ തിരശ്ശീല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഒരു വിക്ടോറിയ വെള്ളച്ചാട്ടം, ആ ഒരു സാംബസി നദി, നേരെ കുത്തനെ ഒഴുകിയിരുന്ന ഈ നദി നേരെ ഒഴുകിയിരുന്ന തിരശ്ചീനമായി ഒഴുകിയിരുന്ന ഈ ഒരു നദി കുത്തനെ വെള്ളച്ചാട്ടമായി തീരുമ്പോൾ അവിടെ എന്താണ്? ഈ ജലധൂളികകളുടെ ഈ ജലഗണങ്ങളുടെ ഒരു തിരശ്ചീല മായിട്ടുള്ള ഒരു ജലത്തിൻ്റെ ഗതി നമുക്ക് കാണാൻ സാധിക്കും. ഇതെന്താണ്? നമ്മളൊരു മതിഭ്രമം ഉണ്ടാക്കും, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇത് മേളിലേക്കാണോ താഴേക്കാണോ എന്നുള്ള ഒരു മതിഭ്രമം നമ്മളിൽ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഇനി കാഴ്ചയുടെ അനുഭൂതി ലേഖകൻ വായനക്കാർക്ക് പകർന്നു നൽകുന്നത് എങ്ങനെയൊക്കെയാണ്? കാഴ്ചയുടെ അനുഭൂതി ലേഖകൻ നമുക്ക് പകർന്നു നൽകുന്ന, വായനക്കാരായിട്ടുള്ള നമുക്ക് പകർന്നു നൽകുന്നത് എങ്ങനെയാണ്? തീർച്ചയായും വാഗ്മയ ചിത്രങ്ങളിലൂടെയാണ്, അല്ലേ? തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അതുപോലെയുള്ള വാക്കുകളിലൂടെയാണ്. നമുക്ക് ഇരുന്ന് വായിക്കാൻ തോന്നുന്ന, അല്ലെങ്കിൽ ആ ഒരു ചിത്രം നമ്മളിലേക്ക് എത്തുന്ന, ആ ഒരു കാഴ്ച നമ്മളിലേക്ക് എത്തുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചും അതിമനോഹരമായിട്ടുള്ള വാഗ്മയ ചിത്രങ്ങളിലൂടെയും തന്നെ ആണ്. വിക്ടോറിയ വെള്ളച്ചാട്ടം അവിശ്വസനീയമായ കാഴ്ചയായി മാറുന്നത് എങ്ങനെയാണ്? അതൊരു ക്ഷുഭിത വ്യാളങ്ങളെ പോലെ വഴിപിരിഞ്ഞ് പാറയിടുക്കുകളിൽ പതഞ്ഞു പൊളയുന്നത് കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും? വിക്ടോറിയ വെള്ളച്ചാട്ടം നമുക്ക് എന്താണ്? ഒരു മരീചികയല്ല, അതൊരു അവിശ്വസനീയമായ കാഴ്ച തന്നെ ആണ്. അതൊരു മരീചികയല്ല, പക്ഷേ അവിശ്വസനീയമായ ഒരു കാഴ്ച തന്നെയാണ്. ഇത്രത്തോളം മനോഹരമായിട്ട് ഒരു നദി വെള്ളച്ചാട്ടമായി മാറുമ്പോൾ നമ്മൾ മതിഭ്രമം സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിൽ ഒരു ആകാംക്ഷ സൃഷ്ടിക്കുന്ന, നമ്മളെ തന്നെ മറന്നു പോകുന്ന, ഇത് ശരിയാണോ തെറ്റാണോ, ഇത് സത്യമാണോ മിഥ്യയാണോ എന്ന് തോന്നുന്ന അത്തരത്തിലുള്ള ഒരു സംശയം നമ്മളിൽ ഉടലെടുക്കുന്ന തരത്തിലാണ് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഒഴുക്ക് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം അവിശ്വസനീയമായി മാറുന്നത്, അങ്ങനെ ഒരു കാഴ്ചയായി മാറുന്നതെന്ന് കവി പറയുന്നു. അപ്പോൾ ഇത്രയുമാണ് ചോദ്യങ്ങളും അതിനുള്ള ഉത്തരത്തിനുള്ള സൂചികകളും. അപ്പോൾ നിങ്ങൾ ഇത് കൃത്യമായിട്ടുള്ള ഉത്തരമല്ല, ഉത്തര സൂചികകളാണ്. നിങ്ങൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെയും കൂടി അഭിപ്രായം, നിങ്ങളുടെയും കൂടി ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ ശ്രമിക്കുക.